തീരുമാനം അല്ലെങ്കിൽ അതിനുള്ളൊരു സന്നദ്ധത ലക്ഷ്മി നായർ ഡയറക്ടർ ബോർഡിനെ അറിയിച്ചിട്ടുണ്ടോ? ലക്ഷ്മി നായർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി നായർ ഈ യോഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഔദ്യോഗിക സ്ഥാനത്തിരുന്നുകൊണ്ട് രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമാണ്. ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യാതിഥിയാകുന്നത്. അതേസമയം പ്രതിഷേധങ്ങൾ റിപ്പബ്ലിക് ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ മുഖ്യാതിഥിയാകുന്നതിനെതിരെ സംയുക്ത ഇടത് പാർട്ടികളുടെ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഷോകൾ വിജയിപ്പിക്കുന്നതിന് പിന്നിൽ സാങ്കേതിക വിദഗ്ധരുടെ സേവനവുമുണ്ട് എന്നുവെച്ച് വാർത്താ അവതാരകരുടെ പിന്നിൽ അവതരിക്കണമെന്നില്ല. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് CBI അന്വേഷിക്കും. പ്രധാന വാർത്തകൾ. സാമൂതിരിനാടിന്റെ മനം കവർന്ന സ്കൂൾ കലോത്സവം. മലബാറിന്റെ ഇഷ്ടവിഭവമായി ഒപ്പനയും ദഫ്മുട്ടും വേദിയിൽ. പോയിന്റ് നിലയിൽ എറണാകുളം മുന്നിൽ. ലൈവ് റിപ്പോർട്ടിങ്ങിന് റിപ്പോർട്ടറെ പ്രതീക്ഷിച്ച് നിരാശനാവുന്ന ഒരു അവതാരകനെ കാണാം. വ്യാവസായിക നഗരമായ കൊച്ചിയുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന ഡെമു 21-ാം തീയതി മുതൽ സർവീസ് ആരംഭിക്കും. വിവരങ്ങളുമായി റിബിൻ രാജു ചേരുന്നു. റിബിനിലേക്ക് വരാം. അടുത്ത ബുള്ളറ്റിൽ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. റിപ്പോർട്ടർമാർക്ക് എന്തെല്ലാം പങ്കപ്പാടുകൾ. ജനങ്ങളുടെ വിഷയങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിക്കുകയും വേണം. ഇതെന്താണ് പറയുള്ളത്? എത്ര ആൾക്കാർ? 25 ആൾക്കാർ ഇന്ന് 2.5 ഏക്കറോളം ഭൂമി പാലത്തിന് വേണ്ടിയിട്ട് എടുത്തിരുന്നു. അതിൻ്റെ പൈസ പോലും കൊടുത്തിട്ടില്ല. ഓക്കെ, ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്താണ്? 25 ഏക്കറോളം ഭൂമി 25 പേർക്ക് 25 പേരെന്നായിട്ട് 2.5 ഏക്കറോളം ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. ഓക്കെ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. സെലിബ്രിറ്റികളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവരെക്കുറിച്ച് പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുമല്ലോ. സിനിമയൊക്കെ തിരക്കുകളൊക്കെ ഒഴിവാക്കിയൊരു വീട്ടിൽ ഒതുങ്ങാണോ? മനസ്സിലായില്ല. സിനിമാ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മദറായിട്ട് ആസ് എ ഫാമിലി I'm not married, as you know, so there's no question of motherhood. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ലൈവ് അല്ലാത്ത പ്രോഗ്രാമുകളുടെ അവതാരകർക്ക് ധാരാളം സമയമുണ്ട്. ഇതാ ഒരു റീടേക്ക്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഈറ്റിംഗ് ഔട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈറ്റിംഗ് ഔട്ടിൽ ഞാനുള്ളത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് MG കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡോണറ്റ് ഹൗസാണ് ഞാൻ ഈറ്റിംഗ്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. രാവിലെയും രാത്രിയുമുള്ള പ്രോഗ്രാമുകൾ സ്ഥിരമായി അവതരിപ്പിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പ്രോഗ്രാം ടൈറ്റിൽ മാറിപ്പോകരുത്. വണ്ടർഫുൾ ജേണിയുടെ വിശേഷങ്ങളുമായി ശ്രീ ബാബുരാജ് ആയിരുന്നു കൊച്ചിയിൽ നിന്നും. ശ്രീ ബാബുരാജ്, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ശ്രീ ബാബുരാജ്, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. നീ ഒന്നും പണയണ്ട. പോലീസ് സ്റ്റേഷനുകളിലും പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കാം, പക്ഷേ ഇതല്ല. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥികൾ ഗൃഹസന്ദർശനത്തിന്റെ തിരക്കിലാണ്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. മാവോയിസ്റ്റ് ഭീഷണിയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കനത്ത സുരക്ഷയിലായിരിക്കും വോട്ടെടുപ്പ്. ഹർത്താലിൽ ആരെ തടഞ്ഞു? കേൾക്കാം. ജോർജിന്റെ കത്ത് കണ്ട് മുഖ്യമന്ത്രി ഞെട്ടി. പ്രധാന വാർത്തകൾ. ഹർത്താലിലും മോട്ടോർ വാഹന പണിമുടക്കിലും കേരളം സ്തംഭിച്ചു. പലയിടത്തും KSRTC ബസ്സുകൾ സമരക്കാരെ തടഞ്ഞു. സമരക്കാർ തടഞ്ഞു. ചർച്ചയിൽ ഗസ്റ്റുകൾ എല്ലാവരും വന്നുവെന്ന് വാർത്താ അവതാരകൻ ഉറപ്പുവരുത്തിയപ്പോൾ ഗസ്റ്റുകളെല്ലാം എടുത്ത് ഐ ഗ്രൂപ്പ്. സുധീറിനെതിരെ സോണിയയ്ക്ക് പരാതി. പ്രധാന വാർത്തകൾ. അവതാരക പറയുന്നത് തന്നെ സ്ക്രീനിൽ സംഭവിക്കണമെന്നില്ലല്ലോ. KPCC അധ്യക്ഷൻ VM സുധീരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങൾ. ഇടവേള. കൃഷിഭൂമിയിലെ വാർത്ത മത്തങ്ങയെക്കുറിച്ച്. ദൃശ്യങ്ങളിൽ വിളഞ്ഞ കുമ്പളങ്ങ. ദൃശ്യം മാറിപ്പോയതിൽ ശിഷ്ടകാലം കൃഷി ഉപജീവനമാർഗമാക്കാൻ ആഗ്രഹിക്കുന്ന കൃഷി തൽപരനായ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് റിപ്പോർട്ടർ. കടമ്മനിട്ട കവിത ഓർമ്മ വരും തൃക്കുറ്റിശ്ശേരിയിലെ പാടങ്ങളിൽ. അതിനാൽ നമുക്ക് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം. മത്തങ്ങ ഭൂമിയെപ്പോലെ ഉരുണ്ടതാണ്. അല്ല, ഈ മത്തങ്ങകൾ മത്തങ്ങയെപ്പോലെയാണ്.
മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാലെന്താ? കുമ്പളം മുളക്കില്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? പല ഇനമുണ്ട് മത്തങ്ങകൾ. 4 പിളർന്ന് അകത്തെ കുരുമാറ്റി കഴുകി അരിഞ്ഞെടുത്ത് പയറുമിട്ട് തോരൻ വയ്ക്കാൻ നല്ലതാണെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. ഇനി മായാവിയാകുന്ന മറ്റൊരു റിപ്പോർട്ടർ. രാജേഷ് കോയിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് സിജി കടക്കലുമുണ്ട്. ആദ്യം രാജേഷ് കോയിക്കലേക്ക്. രാജേഷ്, എന്താണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന നിലപാട്? നേരത്തെ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡുമായി ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും VM സുധീരനും ഒക്കെ ചർച്ച നടത്തിയതാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു അതൃപ്തി അറിയിക്കുന്നതിലെ കാരണം എന്തായിരിക്കും? പാലക്കാട് കോങ്ങാട് സ്വദേശിനിയും അന്ധവിദ്യാർത്ഥിനിയുമായ സബിതയ്ക്ക് SSLC പരീക്ഷയ്ക്ക് മുന്നോടിയായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. മാതൃഭൂമി ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ P. മേരിക്കുട്ടിയാണ് ഇടപെടൽ നടത്തി വേഗത്തിൽ നടപടികളാക്കിയത്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരുടെ പേര് എന്ത്? ഞാൻ തിരികെ എത്താം. വിജാസ്, 108 ഒരു ജീവനക്കാരൻ ചേരുകയാണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യനല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സുരേഷ് എന്ന് വിളിക്കുകയാണ്. സുരേഷ് സുരേഷ് തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു മൈന. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യനല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സുരേഷ് എന്ന് വിളിക്കുകയാണ്. സുരേഷ്, ഔട്ട്ഡോർ അവതരണത്തിൽ അവതാരകർക്ക് നിർദ്ദേശം നൽകുന്ന ടോക്ക് ബാക്ക് സംവിധാനം പണിമുടക്കിയാൽ എന്തു ചെയ്യും? കലയുടെ മിഠായി തെരുവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിവസം പടിയിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ആവേശം ഈ സ്റ്റുഡിയോകളിലോ അല്ലെങ്കിൽ ഈ വേദികളിലോ അല്ല, പകരം ഈ തിങ്ങിക്കാണുന്ന ഈ കൂടെയാണ്. എഴുത്തുകാരുടെ പേര് പറയുമ്പോൾ തെറ്റാം, പക്ഷേ സകലരെയും കൂകി വിളിക്കുന്ന വക്രദൃഷ്ടിക്കും തെറ്റിയാലോ? റിപ്പീറ്റിൽ തിരുത്തിയാലും തെറ്റല്ലാതാവില്ലല്ലോ. ഇന്ന് പുതിയ ധാരാളം സുഭാഷ് ചന്ദ്രബോസിന്റെ പുതിയ നോവൽ. അടുത്തിടെ മന്ത്രി വായിച്ച ശ്രദ്ധേയമായ നോവൽ വി.ഡി. രാമകൃഷ്ണന്റെ പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ആണ്ടാൾ ദേവനായികയാണ്. ശ്രീ ജോൺ വിട്ട സംഘത്തിലേക്ക് തിരിച്ചെത്താം. अभी हम डेली टाइम्स है ये डेली टाइम्स है? हाँ डेली टाइम है. आप बताएं किसे बात करनी है? महर तरार जी है उधर. हेलो, महर तरार जी है उधर? महर तरार जी है भाई? मुझे आपकी बिल्कुल कोई समझ नहीं आ रही. जी हम महर तरार जी का एक फ्रेंड है, अभी मिलेगा ओ महर तरार जी को. कैन आई टॉक टू महर तरार? हेलो कैन आई टॉक टू महर तरार? हेलो, हाँ जी. कैन आई टॉक टू महर तरार? Which you want to talk? I'm a friend of Mahar Tarar. I'm also a media person. Sorry? I am a media person from India. ഹലോ, എന്തായാലും മഹർ തരാറുമായി 3 ദിവസമായി മഹർ തരാർ ആ ഓഫീസിൽ എത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ PCR-ൽ നിന്ന് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. മഹർ തരാർ ഒന്നുകിൽ അവർ ഇപ്പോൾ മാധ്യമങ്ങളിൽ നേരിട്ട് വരാൻ കാലത്തേക്കായി മുൻകൂട്ടി എടുത്തുവെച്ച ഒരു അഭിമുഖത്തിലേക്ക് ചോദ്യം മാത്രം ലൈവായി കയറ്റിയാൽ എന്തു സംഭവിക്കും? ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത്തരത്തിലൊരബദ്ധം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവതാരകന്റെ മുഖത്ത് മിന്നിമറയുന്ന ഭാവം ശ്രദ്ധിക്കുക. കാശാന്ത് സിനിമയിലൂടെ എത്തിയ ബാലതാരം സപ്തമശ്രീയിലെ അന്നമ്മയിൽ എത്തി നിൽക്കുന്നു. കുട്ടിയായിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയ സനുഷയാണ് ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? തിരുവോണ സദ്യയൊക്കെ ഞാൻ കുക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് എന്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.
KP കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, മോഹ്സിന കിദ്വായിയുടെ വാക്കുകൾ അത്ര ശുഭകരമായിട്ടല്ല കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ മുരളിയുടെ തിരിച്ചുവരവ് ഇനിയും സമയമെടുക്കും, ഇത് KPCC ആണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ദില്ലിയിൽ മോഹ്സിന കിദ്വായി മാധ്യമങ്ങളോട് പറഞ്ഞത്. പല വാർത്താ ബുള്ളറ്റിനുകളും പ്രേക്ഷകർക്ക് വാർത്താ ബുള്ളറ്റുകളാണ്. അത്തരത്തിലൊന്നാണ് ഇത്. വാർത്തകൾക്കിടയിൽ നേതാക്കൾ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ എങ്ങനെ തത്സമയം പ്രേക്ഷകരിൽ എത്തിക്കാം എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച. KPSC അധ്യക്ഷൻ VM സുധീറിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് വാർത്താ സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. വിവിധ വാർത്തകളുടെ തത്സമയ വിവരണങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ദാസ്, ഹിജാസ് അഹമ്മദ്, കോട്ടയത്തു നിന്ന് തോംസൺ എന്നിവർ ചേരുകയാണ്. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി, യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? വളരെ നന്ദി ശാലിനി. ഇനി സംസ്ഥാന ശുചിത്വ മിഷൻ ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഹിജാസ് അഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നു. തലസ്ഥാന നഗരിയിൽ വർദ്ധിച്ചു വരുന്ന പട്ടിശല്യം റിപ്പോർട്ടർമാരുടെ പ്രവർത്തനത്തെ പോലും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടറെ V ശിവൻകുട്ടി MLA നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാർ ഉപരോധിച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് അനുമതി നൽകിപ്പിക്കുന്നത് ഹിജാസിനെ വെട്ടിലാക്കിയത് പട്ടിയാണെങ്കിൽ കോട്ടയത്ത് നിന്ന് ലോക്സഭാ തുരന്നെടുപ്പ് റിപ്പോർട്ട് ചെയ്ത തോംസനെ ചതിച്ചത് മൊബൈൽ വീരന്മാരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വൈവിധ്യം ഇനി ഒരു ദേശീയ വാർത്തയാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാജേഷ് കോയിക്കൽ ചേരുന്നു. ആഘോഷം ഏതായാലും തൃശൂരിൽ ആനയും പാപ്പാനുമില്ലാതെ അത് നടക്കില്ലെന്ന് ഏത് ന്യൂസ് റീഡർക്കും നന്നായി അറിയാം. തൃശൂരിൽ ക്രിസ്മസ് പിറ്റേന്ന് 18,000-ലധികം ക്രിസ്മസ് പാപ്പാന്മാർ നടത്തിയ സംഗമത്തിന്റെ വാർത്തയിലേക്ക്. പൂരങ്ങളുടെ നാട്ടിൽ ക്രിസ്മസ് പാപ്പാമാരുടെ സംഗമം. ഗിന്നസ് റെക്കോർഡ് നേടിയ തൃശൂരിലെ സംഗമത്തിൽ 11,100 പാപ്പാന്മാരാണ് പങ്കെടുത്തത്. ഇനി ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ ഒരു ന്യൂസ് റീഡർ സംഘടിപ്പിച്ച ഘർ വാപ്പസി. ക്രിസ്മസ് ദിനത്തിൽ കേക്ക് മുറിച്ച് പുതിയ മമ്മൂട്ടി ചിത്രം ഭാസ്കർ ദ റാസ്കലിന്റെ ചിത്രീകരണത്തിന് തുടക്കമായി. തൃപ്പൂണിത്തുറ ചെറുപുഷ്പം സ്റ്റുഡിയോ സെറ്റിലാണ് ക്രിസ്തുമസ് ആഘോഷം നടന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിലെ ഓണം എന്ന പരിപാടി കാണാം. വെള്ളിത്തിരയിലെ ക്രിസ്മസ് എന്ന പരിപാടി കാണാം. ഇനി ഇടവേളയാണ്. ഇടവേളയിലേക്ക് പോകും മുമ്പ് ഒരു പരസ്യ ചിത്രം കൂടി കാണുക. ഒരു ചാനൽ പരിപാടിയുടെ പ്രൊമോയാണ് ഈ പരസ്യ ചിത്രത്തിന് ആധാരം. നീതി നിഷേധിക്കുന്നതാര്, അനീതി അനുഭവിക്കുന്നതാര്? സ്പോർട്സ് ടൈം. ആദ്യം ഫുട്ബോൾ. സ്പോർട്സ് ടൈമുമായി ശിവപ്രിയ. എന്തൊക്കെയാണ് കായിക ലോകത്ത് സംഭവിക്കുന്നത്? ഹാഷ്മി, ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കരുത്തരായ അത്ലറ്റിക്കോ കൊൽക്കത്ത. ആ ക്ലബിന്റെ പേര് മനസ്സിലായില്ല. അത്ലറ്റിക്കോ കൊൽക്കത്ത പൂനെ FCയെ നേരിടും. ശരി, ആയിക്കോട്ടെ. ഇനി IPL ക്രിക്കറ്റ് വാർത്തയിലേക്ക്. വാർത്ത വായിക്കുന്നതിനിടയിൽ ഒടുവിലത്തെ വിവരം കിട്ടിയില്ലെങ്കിൽ അത് ഒരു ന്യൂസ് റീഡർ എങ്ങനെ മാനേജ് ചെയ്യും? പുതിയ തലമുറ കണ്ടു പഠിക്കുക. ചാമ്പ്യൻസ് ലീഗ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 6ാം സീസൺ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ IPL ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുകയാണ്. ഒടുവിൽ വിവരം കിട്ടിയിട്ടില്ല. ഇനി ഇഞ്ചിയോൺ ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ പട്ടിക നോക്കാം. നമുക്കിനി മെഡൽ പട്ടിക പരിശോധിച്ചാൽ 126 സ്വർണ്ണമടക്കം 268 മെഡലുകളുമായി ചൈന മെഡൽ പട്ടികയിൽ ബഹുദൂരം മുന്നിലാണ്. 6 സ്വർണവും 8 വെങ്കളിയും. ആ മെഡൽ ഏതാണെന്ന് മനസ്സിലായില്ല. 6 സ്വർണവും 8 വെങ്കളിയും. ഈ വെങ്കിളി എന്ന് പറഞ്ഞാൽ എത്രാം സ്ഥാനക്കാർക്ക് നൽകുന്ന മെഡലാണ്? 10ാം സ്ഥാനക്കാർക്ക്. ഓ, 10ാം സ്ഥാനക്കാർക്ക് അല്ലേ? ശരി. പ്രോഗ്രാമുകളിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ ബസ്. സമർത്ഥനായ ഒരു ആങ്കർക്ക്
ഒരബദ്ധം പറ്റിയാൽ അത് എയറിലിരുന്ന് തന്നെ മായ്ച്ചു കളയാനാവും. അതിനുള്ള മനസാന്നിധ്യം ഉണ്ടാകണം എന്ന് മാത്രം. ഇതൊന്ന് കണ്ടു നോക്കൂ. വില്ലിമൂങ്ങിയുടെ വെള്ളിത്തിര വിശേഷങ്ങളുമായി സംവിധായകൻ ജിബു ജേക്കബ്, ഒപ്പം അജു വർഗീസ് കൊച്ചിയിൽ നിന്നും ഈ ബസ്സിനൊപ്പം ചേർന്നു. ഇരുവർക്കും ഈ ബസ്സിലേക്ക് സ്വാഗതം. ജിബു, ടെൻഷനൊക്കെ മാറിയോ? ആദ്യ ചിത്രമാണ്, ഗൾഫിൽ നിന്നിങ്ങെത്തി ഒരു സിനിമ സംവിധാനം ചെയ്തതാണ്. പ്രേക്ഷകർ ചിരിക്കുന്നുണ്ടോ എന്നറിഞ്ഞതിൽ സന്തോഷമായോ? ഗൾഫിൽ നിന്നെത്തിയോ? എനിക്ക് മനസ്സിലായില്ല. ഗൾഫിൽ നിന്ന് റേഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗൾഫിലും കുറച്ച് പരിചയമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ ക്യാമറമാനായിരുന്നു. അതെല്ലാം മാച്ച് കളഞ്ഞിരിക്കുന്നു. ജിബു ജേക്കബിന് അല്ലാതെ സംസാരിക്കാം. ശരി, ഓക്കെ. ഇനി കൃഷിഭൂമിയാണ്. കൃഷിഭൂമി കണ്ടുപിടിച്ച ഒരു പ്രത്യേക ഇനം കുരുമുളകിനെ കുറിച്ചാണ് ഈ വാർത്ത. കുരുമുളകിന്റെ പുതിയ ഇനമാണ് പെപ്പർ തെക്കൻ എന്ന തോമസ് ചേട്ടന്റെ സ്വന്തം തെക്കൻ കുരുമുളക്. വിളവിന്റെ അത്ഭുത മികവാണ് പെപ്പർ കുരുമുളകിനെ വ്യത്യസ്തമാക്കുന്നത്. ആ കുരുമുളകിന്റെ പേര് ഒന്നുകൂടി പറയാമോ? പെപ്പർ കുരുമുളകിനെ വ്യത്യസ്തമാക്കുന്നത്. അയ്യോ, മനസ്സിലായില്ല. പെപ്പർ കുരുമുളക്. ഇനി ഞങ്ങൾക്കും പറയാനുണ്ട്. പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിൽ പ്രേക്ഷകരിൽ ആരെങ്കിലും ശമ്പളം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആങ്കറിന് സത്യം പറയാൻ കഴിയുമോ? ചില ആങ്കർമാർക്ക് കഴിയും. ഈ ആങ്കർ ചെയ്യുന്ന ഇയാള് ഈ ചാനലിൽ വർക്കിന് കയറിയപ്പോൾ എത്ര രൂപയായിരുന്നു സാലറി? ഇന്ന് എത്ര രൂപ സാലറി കിട്ടുന്നു? ഇന്ന് അന്ന് അയാൾ സാധനം മേടിച്ചപ്പോൾ കിട്ടിയ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ കോസ്റ്റ്ലി. ഇന്ന് ശമ്പളം കൂടിയല്ലോ അല്ലേ? ശമ്പളത്തിനനുസരിച്ച് ഞാൻ പറയുന്നില്ല, കൂടിയിട്ടില്ല. അവസാനമായി ഡയൽ 100. ഡയൽ 100 കണ്ട് പേടിക്കുന്നവരെയും ടെലിവിഷൻ ഓഫ് ചെയ്യുന്നവരെയും കണ്ടിക്ക്. എന്നാൽ ഡയൽ 100 കണ്ട് പൊട്ടിച്ചിരിക്കുന്നവരെ കണ്ടിക്ക. പാമ്പിൻ വിഷമേറ്റ് മദ്യലഹരിയിലാകുന്നവരെ കണ്ടിക്ക. കണ്ടില്ലെങ്കിൽ വാ, ഇങ്ങോട്ടേക്ക് വാ. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. ഡയൽ 100മായി ടെസ് ചേർന്നു. ടെസ്, എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ, പ്രധാന തലക്കെട്ട്? അപർണ, പാമ്പിനെ ഉപയോഗിച്ച് മദ്യലഹരിയിൽ ആയുന്ന ക്ഷമിക്കണം. ഡയൽ 100ൽ ഒരുപാട് പ്രധാന വാർത്തകളുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഡയൽ 100ൽ ഇനി വാർത്താ വായനക്കിടയിൽ ന്യൂസ് ഡെസ്കിൽ ലൈവായി ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ ഫസ്റ്റ് വിഷ്വൽസ് ആണ്. മാതൃഭൂമി ഇമ്പാക്ട്. ഈ വർഷം 5.5% വളർച്ച ലക്ഷ്യമിടുന്ന സർക്കാർ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നു. ഡയൽ 100 പൂർണ്ണമാവുകയാണ്. ഇനി ഗൾഫ് ടൈമുമായി ശ്രീകല ഒപ്പം ചേരുകയാണ്. ശ്രീകല, എന്തൊക്കെയാണ് ഗൾഫിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാന വാർത്തകൾ? സമയക്കുറവ് മൂലം പലതും വെട്ടിക്കുറച്ചിട്ടുണ്ട്. വാർത്താ അവതരണത്തിൽ അവതാരകർ എപ്പോൾ തയ്യാറാകണം ഒരു ചോദ്യമാണ്. പക്ഷേ എപ്പോഴും ഓൺ എയർ വന്നതിന് ശേഷം മാത്രം തയ്യാറാകുന്ന ക്രൈം ന്യൂസ് അവതാരകയോടുകൂടി ചാനൽ ചിരി ആരംഭിക്കാം. ഡയൽ 100 തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജമ്മുകശ്മീരിൽ വീണ്ടും സംഘർഷം. ശ്രീനഗറിൽ PDP MPയുടെ വീട് അക്രമികൾ അഗ്നിക്കിരയാക്കി. ഒരു ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം ജമ്മുകാശ്മീരിൽ വീണ്ടും സംഘർഷം. എന്തോന്നടാ ഇതൊക്കെ? സ്ഥിരമായി മോർണിംഗ് ഷോ വാർത്തകൾ വായിക്കുന്ന അവതാരക വൈകിട്ട് 3 മണി വാർത്ത വായിച്ചെങ്കിലും രാവിലത്തെ ഹാങ് ഓവർ മാറിയില്ല. മാത്രമല്ല, ഒരു ഈച്ച മുഖതാവിൽ നിന്ന് നേരിട്ട് വാർത്ത കേൾക്കുന്നതും കാണേണ്ടതാണ്. 56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മാതൃഭൂമി ന്യൂസ് ഒരുങ്ങി. കലയുടെ വാർത്തകളിൽ ഇനി വാസ്തവം നിറയും. ഇതോടെ മോർണിംഗ് ഷോ പൂർണ്ണമാവുകയാണ്. ഇനി കൃഷിഭൂമി കാണാം. നമസ്കാരം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പ്രാദേശിക വാർത്തകൾ കാണാം. കോൺഗ്രസിന്റെ 131ാം ജന്മദിന വാർത്ത ചരമദിനം ആക്കുന്ന അവതാരകൻ. ഉദ്ദേശിച്ച ഇടവേള വരാത്തതിനാൽ ചുമ്മാ ചിരിക്കുന്ന അവതാരകനും ഒരു കാഴ്ചയാണ്. കെ മുരളീധരന്റെ വിമർശനങ്ങൾക്കുള്ള VM സുധീരന്റെ മറുപടി ഇന്നുണ്ടാകും. കോൺഗ്രസിന്റെ 131ാം ചരമദിന
131 ജന്മദിന ആഘോഷങ്ങളിൽ സുധീരൻ നിലപാട് വ്യക്തമാക്കുമെന്നാണ് സൂചന. പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളും കോൺഗ്രസിൽ സജീവമാണ്. ബാർക്കോഴയിൽ UDF-നെ വെട്ടിലാക്കി പുതിയ വെളിപ്പെടുത്തലുകൾ. വാർത്ത വായിച്ച് മുറുകി വന്നപ്പോഴാണ് അവതാരക ഓർത്തത് സഹപ്രവർത്തകയായ തങ്കമ്മയുടെ ഡ്യൂട്ടി കഴിഞ്ഞോ എന്തോ. എന്തായാലും പ്രേക്ഷകർ മുഴുവൻ കേൾക്കെ റീഡർ ചോദിക്കുന്നു, തങ്കമ്മേ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞോന്ന്. അബുദാബിയിലെ ജനസംഖ്യയിൽ 30% ഇന്ത്യക്കാരാണ്. ഇന്ത്യക്ക് എണ്ണ നൽകുന്ന രാജ്യമാണ് അബുദാബി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. തങ്കു നിന്റെ ഡ്യൂട്ടി ഇനി ഡ്യൂട്ടി കഴിയാതിരിക്കുന്ന തങ്കമ്മയുടെ വാർത്താ വായനയാണ്. തലനാരിഴയ്ക്ക് അപകടത്തിൽ പെടുന്നത് കാണാം. ഇല്ല, പെട്ടില്ല. പാലക്കാട് പേഴുംകര പുഴപ്പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തലനാരിഴയ്ക്ക് അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ടില്ല. കോളിവുഡിൽ ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന ചിത്രമാണ് സിദ്ധാർത്ഥ് നായകനായ ജിൽ ജുഗ് ജംഗ്. സിദ്ധാർത്ഥ് നിർമ്മാതാവാകുന്ന രണ്ടാമത്തെ ചിത്രവുമാണ് ജിൽ ജുഗ് ജംഗ്. ഡാർക്ക് ഹ്യൂമർ ചിത്രമായ ജിൽ ജുഗ് ജംഗിൽ രാധാരവി ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും. ആരും കാണാതെ ഓൺ എയറിൽ എന്താണെന്ന് ചോദിക്കുന്ന അവതാരകൻ. പാവം മൂപ്പര് മാത്രം ഒന്നും അറിഞ്ഞില്ല. സ്വാശ്രയ കോളേജുകളുടെ മെഡിക്കൽ കൗൺസിലിംഗിനെതിരെ മഹാരാഷ്ട്ര നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിനയ ചേരുന്നു വിശദാംശങ്ങളുമായി. വിനയ, എപ്പോഴേക്ക് വിധി ഉണ്ടാകും? സ്വാശ്രയ കോളേജുകളുടെ സ്വന്തം നിലയിൽ നടത്തിയ മെഡിക്കൽ കൗൺസിലിംഗിനെതിരെ കേരള സർക്കാരും അതുപോലെ തന്നെ മഹാരാഷ്ട്ര സർക്കാരും നൽകിയ ഹർജികൾ ഇന്ന് 2 വാഴയുടെ നാര് മുള. പുതിയ കണ്ടുപിടുത്തവുമായി അവതാരക എത്തുകയാണ്. പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കളിൽ നിന്ന് മനോഹരവും ഈടുറ്റതുമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പരിശീലനം നൽകുന്ന സർക്കാർ സ്ഥാപനമാണ് കൊല്ലം ചന്ദനത്തോപ്പിലെ KSID വാഴയുടെ വാഴയുടെ നാര് തൊട്ട് മുള കൊണ്ട് വരെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. കൊലപാതക വാർത്ത വായിച്ചിരിക്കുമ്പോഴാണ് എല്ലാം ഇരുട്ടിലായത്. എന്നാൽ ആ ഇരുട്ടിൽ ഒന്ന് മുടി കോതാമെന്ന് അവതാരക കരുതി. ബാക്കി കണ്ടോ? തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ തമല സ്വദേശി സുരേഷാണ് രാവിലെ കൊല്ലപ്പെട്ടത്. പൂജപ്പുര ബിനു വധക്കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സുരേഷ്. കൊട്ടേഷൻ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. വിവരങ്ങളുമായി ഹിജാസ് അഹമ്മദ്. ഹിജാസ്, ആരാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു? സ്മൃതി, രാവിലെ 8:30-ക്കാണ് കൊലപാതകം നടന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം. എന്തോന്നടേ ഇത്? മിന്നാമിനിങ്ങിന്റെ നുറുങ്ങു വെട്ടോ വിളിച്ചൊന്നും ഇല്ലേ? മാറനെല്ലൂരിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്. തമനം സ്വദേശിയായ ഇനി എന്നാ പറയാനാന്നേ. ദേ വരുന്നു ആർക്കും മനസ്സിലാകാത്ത ഒരു കൃഷി വാർത്ത. സ്കൂൾ കൃഷിത്തോട്ടത്തിൽ പച്ചക്കറി കൃഷിയുടെ വിജയഗാഥയുമായി 2ാം വർഷവും കരിമണ്ണൂർ സെന്റ് ജോസഫ് സ്കൂൾ ഗൈഡ് സ്കൂൾ കുട്ടികൾ ഒരുക്കിയ കൃഷിത്തോട്ടത്തിൽ വിളഞ്ഞത് പാവലും പടവലവും കോവളവും വെണ്ടയും വെള്ളരിയുമാണ്. നീ ഒന്നും പണയ